കേൾക്കാം. അനുസരണമില്ലാത്തവരും ധിക്കാരികളുമായ ഒരു ജനത്തിനു നേരെ ദിവസം മുഴുവനും ഞാൻ എന്റെ കരങ്ങൾ നീട്ടി. ദിവസം മുഴുവനും ഞാൻ എന്റെ കരവും നീട്ടി കാത്തിരിക്കുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന സത്യമാണ് അവിടെ നമ്മൾ പറഞ്ഞു വെക്കുക. അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷം 3:1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ സ്നാപക യോഹന്നാന്റെ പ്രസംഗമാണ്. മാനസാന്തരപ്പെടണമെന്നാണ് പറയുക. മത്തായി 3:1 മുതൽ 12 വരെ ആദ്യ ഭാഗം വായിക്കുന്നു. അക്കാലത്ത് സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, മാനസാന്തരപ്പെടുവിൻ. മെറ്റനോയ എന്ന പദമാണ് ഉപയോഗിച്ചത്. മെറ്റനോയ എന്ന പദത്തിന്റെ അർത്ഥം പിന്തിരിയുക എന്നാണ്. അപ്പൊ പിന്തിരിയുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പോകുന്ന വഴിയിൽ നിന്ന് പിന്തിരിയണം എന്നാണ്. ഒരു രാജകൊട്ടാരത്തിലൊരു തമാശകാരനുണ്ടായിരുന്നു. ഇയാൾ തമാശയൊക്കെ പറഞ്ഞ് രാജാവിനെ ചിരിപ്പിക്കും. ശമ്പളമൊക്കെ ഉണ്ട് അതിന് കേട്ടോ. അപ്പൊ അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരിക്കൽ പുള്ളി നടക്കാനിറങ്ങി ഇങ്ങനെ കുറെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഇയാൾ വിചാരിച്ചു ഒരു തമാശ അങ്ങ് പറഞ്ഞേക്കാം. ചുമ്മാ ഒരു തമാശ പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കുന്ന കാര്യത്തിൽ പുള്ളിക്ക് നല്ല ഒരു നൈപുണ്യ. അതുകൊണ്ട് കണ്ടയാളിനോടൊരു തമാശ പറയാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചോദിച്ചു, ഈ നരകത്തിലേക്ക് പോകുന്ന വഴി ഏതാന്ന് ചോദിച്ചു. അപ്പൊ അയാള് നന്നായിട്ട് ചിരിക്കുമെന്നാണ് ഓർത്തത്. ഈ നരകത്തിലേക്ക് പോകുന്ന വഴി ഏതാന്ന് ചോദിച്ചു. ഉടനെ ഈ മനുഷ്യൻ പറഞ്ഞു, സാർ ഇപ്പൊ പോകുന്ന വഴിയെ നേരെ പൊക്കോണ്ടാ മതി, അവിടെ ചെന്നോളൂ എന്ന് പറഞ്ഞു. അയ്യോ, തമാശകാരൻ ചിന്തിക്കാൻ തുടങ്ങി, എന്റെ ദൈവമേ, അയാൾ എന്നാ പറഞ്ഞത്? സാർ ഇപ്പൊ പോകുന്ന പോലെ ഇങ്ങനെ അങ്ങ് പൊക്കോളുവാണെങ്കിൽ അവിടെ ചെന്നോളൂ എന്ന്. അയാളുടെ ജീവിതത്തെ അത് ആകമാനം മാറ്റിമറിച്ചു എന്നാ പറയുക. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? പലപ്പോഴും പലരും ധ്യാനത്തില് കടന്നു ഇരിക്കുന്നുണ്ടെങ്കിലും വികാരിയച്ഛൻ ആഹ്വാനം ചെയ്തു, ഇനി പോയില്ലെന്നുള്ള കുഴപ്പം വേണ്ട, അതുകൊണ്ട് വന്ന് ഇരിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ ചിന്തിക്കും, എന്റെ ദൈവമേ, നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലേ, വലിയ മാറ്റത്തിനൊന്നും പോകണ്ടേ, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതിയേ, ഇപ്പൊ തന്നെ ഇടവകയിലെ ഏറ്റവും പുണ്യപ്പെട്ട മനുഷ്യൻ ഞാനാണേ. വികാരിച്ചൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഈ ചേട്ടനെ പോലെ വേണമെങ്കിൽ ചേട്ടന്മാരാകണമെങ്കിൽ ഈ ചേടുത്തിയെ പോലെ വേണം ചേടുത്തിമാര് എന്നൊക്കെ പറയാറുണ്ടേ. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതിയേ, പിന്നെ ഇച്ചിരി നല്ല കാര്യം കേൾക്കാൻ വേണ്ടി വന്നതാണേ, നോമ്പൊക്കെ ആയിട്ട് ഇച്ചിരി നല്ല കാര്യം കേട്ടില്ല, പിന്നെ എങ്ങനെയാ കൊണ്ട് കേട്ടു മക്കളാവേ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞ ഇപ്പൊ പോകുന്ന പോലെ ഇങ്ങനെ അങ്ങ് പോയാ മതി എന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് പറയാണ്, നിനക്കാരും വഴി പറഞ്ഞു തരേണ്ടി വരികയില്ല. പരിവർത്തനം വേണ്ട എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ ദേവാലയത്തിലുണ്ടെങ്കിൽ എന്നെ കൂട്ടിയ ഞാൻ ഉൾപ്പെടെയാ. പരിവർത്തനം വേണ്ടെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ ദേവാലയത്തിലുണ്ടെങ്കിൽ അവന്റെ നാശം ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കെല്ലാം പരിവർത്തനം ആവശ്യമാണ് മക്കളെ. അതുകൊണ്ട് പരിവർത്തനം വേണം എന്നതാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. ഞാൻ നിങ്ങളുടെ ദേവാലയ മധ്യസ്ഥനെ പറ്റി ഒരു വാക്ക് പറയുക. നിങ്ങൾ കെട്ടുതടമ്പിച്ച കാര്യമാണെങ്കിലും ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സെയിന്റ് അഗസ്റ്റിൻ, അദ്ദേഹം നമുക്കറിയാം ലോകത്തിന്റെ വഴികളിലൂടെ ജീവിച്ച മനുഷ്യനാണ്. എന്നും വൈകിട്ട് സിറ്റിയിലോട്ട് പോകുമ്പോൾ അമ്മച്ചിയുടെ നിന്ന് കഞ്ഞി മേടിച്ചു കുടിച്ചുകൊണ്ട് സിറ്റിയിലോട്ട് പോകുമ്പോൾ അമ്മ മോനിക്കാമ്മ ഒരു ചോദ്യം ചോദിക്കുമായിരുന്നു, മോനെ എപ്പോഴാണടാ നീ തിരിച്ചു വരിക? മകൻ പറയുന്ന ഉത്തരം നിങ്ങൾക്കറിയാം, വരാ അമ്മച്ചി എന്നാണ്, അല്ലാതെ വരികയെന്ന് പറയത്തില്ല, വരാ അമ്മച്ചി, എന്നിട്ടങ്ങ് പോവും. ഒരു ദിവസം മകൻ ഇറങ്ങിയപ്പോൾ മോനിക്കാമ്മ ചോദിച്ചു, മോനെ എപ്പോഴാണ്ടാ നീ തിരിച്ചു വരിക? പതിവുള്ള ഉത്തരം വന്നു, വരാ അമ്മച്ചി. ഉടനെ അവനൊരു ശബ്ദം കേട്ടു, വൈ നോട്ട് ടുഡേ, എന്തുകൊണ്ടാ വരവ് ഇന്നായിക്കൂടാ? അവൻ തിരിച്ചു വന്ന് അമ്മച്ചോട് ചോദിച്ചു, അമ്മച്ചോ വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. എന്നാടാ? ഞാനൊരു ശബ്ദം കേട്ടു. എന്നാടാ ശബ്ദം കേട്ടത്? എന്തുകൊണ്ടത് ഇന്നായിക്കൂടാ? ആ നല്ല അമ്മ മോനിക്കാമ്മ പറഞ്ഞു, അത് ദൈവത്തിന്റെ ശബ്ദമാണ്. നീ എന്നോട് വരാ അമ്മച്ചി എന്ന് പറഞ്ഞ് പോകുന്നില്ലേ? പക്ഷെ ദൈവം ഇന്ന് നിന്നോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ആ വരവ് ഇന്നായിക്കൂടാ എന്ന് ചോദിക്കുകയാണ്. അതാണ് ആ ചോദ്യത്തിന്റെ പ്രസക്തി എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, അമ്മച്ചി, ഞാൻ മറ്റൊരു ശബ്ദവും കൂടെ കേട്ടു. എന്നതാടാ?
Take the book and read. പുസ്തകമെടുത്ത് വായിക്കുക എന്നുകൂടെ ഞാൻ കേട്ടു. അമ്മച്ചി പറഞ്ഞു കൊടുത്തു, ദ ബുക്ക് എന്ന് പറഞ്ഞ ബൈബിളാണ്. നീ ബൈബിൾ എടുക്കാനാണ് പറയുക. അവൻ എടുക്കാൻ മടിച്ചിരുന്ന ബൈബിള് അവൻ ഓടിച്ചെന്നെടുത്തു. ഓടിച്ചെന്നവൻ എടുക്കുകയും പെട്ടെന്ന് കയ്യിൽ കിട്ടിയ ഭാഗം ഇതാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11 മുതൽ 14 വരെ വാക്യങ്ങൾ. ഇത് ലോകപ്രസിദ്ധമായിട്ട് അറിയപ്പെടുന്നത് അഗസ്റ്റീനിയൻ ടെക്സ്റ്റ് എന്നാണ്. വിശുദ്ധ അഗസ്തീനോസിന്റെ ബൈബിൾ ഭാഗമെന്നാണ് ഇത് ലോകം മുഴുവനും അറിയപ്പെടുന്നത്. ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് വേണം. കാലത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറായിരിക്കുന്നു. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയ വ്യാപരിക്കരുത്. എന്നിവയിലൊന്നും വ്യാപരിക്കരുത്. അവൻ കടന്നുപോയ അതേ വഴികളാണ് വചനത്തിലൂടെ കിട്ടുന്നത്. അവൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. ദൈവമേ, നിന്നെ അറിയുവാൻ ഞാൻ എത്ര വൈകിപ്പോയി. ഞാൻ നിന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിലും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു. നിന്നിൽ മാത്രം ഞാൻ സംതൃപ്തി കണ്ടെത്തും. പ്രിയമുള്ള സഹോദരങ്ങളെ, അഗസ്റ്റിന്റെ ആ കുംഭസാരത്തിലെ ചില ഭാഗങ്ങൾ ഞാൻ പെറുക്കിയെടുത്തെന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കറിയാം അതെന്താണെന്ന്. അതുകൊണ്ട് ആ മനുഷ്യൻ ആ രാത്രിയിൽ അവിടെ ഇരുന്ന് കരഞ്ഞു. ആ കണ്ണുനീര് സ്നേഹമായി മാറി, ദൈവസ്നേഹ അനുഭവമായി മാറി. അയാളൊരു പുതിയ മനുഷ്യനായിട്ട് മാറുകയാണ്. പിറ്റേ ദിവസം ബൈബിളും എടുത്തോണ്ട് സിറ്റിയിലോട്ട് ചെന്നു. അപ്പൊ ഒരു കുഴപ്പം പറ്റി. ഇന്നാണ് ആ കുഴപ്പം ഉണ്ടാകുകയല്ല. അന്ന് ഈ ഫോണും കുന്തമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് മറ്റവളെ അറിയിക്കാൻ പറ്റിയില്ല. മറ്റവള് രാത്രി ഇവന് ഇവിടെ പോയി കാണുന്നില്ല. കാണാതെ വന്നിട്ട് അവള് കുറച്ചു നേരം കഴിയുമ്പോൾ കിടന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോഴും ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് അവള് രാവിലെ എഴുന്നേറ്റപ്പോഴെ 2-ാം നിലയുടെ മുകളിൽ നിന്ന് സിറ്റിയിലോട്ട് നോക്കി. ഇവൻ എവിടെ പോയി കിടക്കുന്നു. അന്നേരം ആണ്ട് അഗസ്റ്റിൻ വരുന്നുണ്ട്. കയ്യിലൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം കോളേജിൽ പഠിപ്പിക്കുന്ന പുസ്തകമാണ് അവൾ ഓർത്ത്. അതുകൊണ്ട് അവള് പരിസരബോധം മറന്ന് അവള് വിളിച്ചു, ഹായ് അഗസ്റ്റിൻ. ഉടനെ അഗസ്റ്റിൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. അഗസ്റ്റിൻ പറയാണ്, ഓ യു ആർ ദാറ്റ് സെയിം ഓൾഡ് കാതറൈൻ, ബട്ട് ഐ ആം എ ന്യൂ അഗസ്റ്റിൻ ഓഫ് ഗോഡ്. നീ ആ പഴയ കത്രീന തന്നെ, ഞാനോ ദൈവത്തിന്റെ പുതിയ അഗസ്റ്റിനാണ് എന്ന് അഗസ്റ്റിൻ വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സംഭവം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ, നിങ്ങളുടെ ദേവാലയ ഇടവക മധ്യസ്ഥനെ കൊണ്ടുവരാനുള്ള കാരണം 2. 1, അഗസ്റ്റിൻ മാനസാന്തരം മാറ്റിവെച്ചയാളാ. വരാമ്മച്ചി എന്നാ. മാനസാന്തരം വേണ്ടതെന്ന് പറയത്തില്ല, വരാമ്മച്ചി. ഇങ്ങനെ ദിവസങ്ങൾ തള്ളിക്കൊണ്ടിരുന്നു. ഇതുപോലെ ഞങ്ങളും തള്ളും. എങ്ങനെ? യുവതി യുവാക്കളോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞ അവര് പറയും, എന്റെ മാനസാന്തരപ്പെട്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല, ആ പാടെ ഒരു യൂത്ത് ഒന്നേ ഉള്ളൂ, ഇതെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിയും പിന്നെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് നടന്നേക്കാന്ന് വിചാരിക്കുന്നു. കല്യാണം കഴിഞ്ഞവരോട് പറഞ്ഞാലോ, എന്റെ അച്ഛാ കല്യാണം കഴിഞ്ഞാൽ ഉടനെ മാനസാന്തരപ്പെടാനാണ്, പിന്നെ കല്യാണം കഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കുറെ നാളൊക്കെ കഴിഞ്ഞിട്ട് 2 പിള്ളേര് 3 പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മാനസാന്തരപ്പെട്ടേക്കാന്നേ. 3 പിള്ളേരായി കഴിഞ്ഞ് പറയുമ്പോ പറയും, ഓ എന്റെ അച്ഛാ
ഇപ്പോഴത്തെ കാലത്ത് പ്രായമല്ല പ്രായമാണ്. റിട്ടയർമെന്റ് കഴിയുമ്പോൾ പിന്നെ അങ്ങ് മാനസാന്തരപ്പെട്ടേക്കല്ല. റിട്ടയർമെന്റ് കഴിയുമ്പോൾ പറഞ്ഞാലോ, ഓ ഈ അച്ഛൻ പത്രമൊന്നും വായിക്കാറില്ലേ, നാളെ പത്രത്തെ കണ്ടില്ലേ 105 വയസ്സുള്ള ഒരു അച്ചായൻ മരിച്ചു, എനിക്ക് 105 വേണ്ട 100 മതി. ഇപ്പൊ ഞാൻ 99 കഴിയുമ്പോഴേ ദൈവമേന്ന് വിളിച്ചുകൊണ്ട് പള്ളി പോയിരുന്നേക്കാം, അതുവഴിയൊക്കെ ഇങ്ങനെ പോട്ടച്ചു. മാനസാന്തരം തള്ളിവെക്കുന്ന സ്വഭാവം എല്ലാവരുടെയുമാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, അതാണ് ഒന്നാമത്തെ സന്ദേശം. വൈ നോട്ട് ടുഡേ? എന്തുകൊണ്ട് അത് ഇന്നായിക്കൂടാ? നാളെ നമ്മൾ പറയാം, നാളെ നമ്മുടെ കുംഭസ്നാനമാണ്, നാളെ ആയിക്കോട്ടെ മാനസാന്തരം. നോ, കർത്താവ് പറയുന്നത് എന്തുകൊണ്ട് അത് ഇന്നായിക്കൂടാ? ഈ ദേവാലയത്തിലിരിക്കുന്ന ഓരോ വ്യക്തിയോടും, ഇന്റർനെറ്റിലൂടെ ഈ വചനപ്രഘോഷണം സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയോടും ദൈവം ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മകനെ മകളെ, എന്തുകൊണ്ട് ആ തിരിച്ചുവരവ് ഇന്നായിക്കൂടാ എന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ വ്യക്തിയോടും ദൈവം ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ആ വരവ് ഇന്നായിക്കൂടാ? നാളത്തേക്ക് മാറ്റാൻ പറ്റില്ല. ദൈവം ആഗ്രഹിക്കുന്നതാണ് ഇന്നു തന്നെ തിരിച്ചു വരണം. പ്രഭാഷകൻ 5:4 മുതൽ 8 വരെ വാക്യങ്ങളിൽ പറയുന്നുണ്ട്, കർത്താവിങ്കലേക്ക് തിരിയുവാൻ വൈകരുത്, നാളെ നാളെ എന്നു കരുതി നീട്ടിവെക്കുകയുമരുത്. തിരിച്ചുവരവ് മാറ്റിവെക്കുന്നത് ഒരിക്കലും നന്മയല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അഗസ്റ്റിനെ ഞാൻ കൊണ്ടുവന്നതിന് ഒരു കാര്യവും കൂടിയുണ്ട്. സെയിന്റ് അഗസ്റ്റിൻ, നിങ്ങൾക്കറിയാം, മാനസാന്തരമൊക്കെ കഴിഞ്ഞ് സിറ്റിയിലോട്ട് ചെന്നപ്പം കത്രീന അവിടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അഗസ്റ്റിന്മാരെ ധ്യാനത്തിന് വന്നിട്ടുള്ളൂ കേട്ടാ, കത്രീനമാരെല്ലാം പുറത്തുണ്ട്. അപ്പൊ ധ്യാനമൊക്കെ കഴിഞ്ഞ് നിങ്ങളങ്ങ് ചെല്ലുമ്പം കത്രീനമാരവിടെ നിന്ന് വിളിക്കും, ഹായ് ഇവിടെ നിങ്ങൾ എന്ന് പറഞ്ഞ് പോകാനാണ് ഇപ്പൊ തന്നെ പടം അടക്കിക്കോ കേട്ടോ എന്ന് പറഞ്ഞാൽ പാപ സാഹചര്യങ്ങൾ നമ്മളെ മാടി വിളിക്കും, ഉറപ്പ്. പാപ സാഹചര്യങ്ങൾ നമ്മളെ തിരിച്ചു വിളിക്കും, ഉറപ്പ്. അപ്പോൾ അവിടെ പതറിപ്പോകാൻ ഇടവരരുത് എന്നതാണ് അച്ഛൻ പറഞ്ഞതിന്റെ ചുരുക്കം. അവിടെ തളരരുത്. അഗസ്റ്റിൻ പറഞ്ഞതുപോലെ പറയണം, ഓ യു ആർ ദാറ്റ് സെയിം ഓൾഡ് കാതറൈൻ, ബട്ട് ഐ ആം എ ന്യൂ അഗസ്റ്റിൻ ഓഫ് ഗോഡ്. നീ ആ പഴയ കത്രീന തന്നെ, എന്നാൽ ഞാൻ ദൈവത്തിന്റെ പുതിയ അഗസ്റ്റിനാണെന്ന് പറയാനുള്ള തന്റെ ഇടം നമുക്കുണ്ടാവണം. അപ്പൊ പാവത്തെ ഉപേക്ഷിച്ചാൽ പോരാ, പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കണം എന്നാണ് തിരുവചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏതാ ആ പുള്ളി, ആ പുള്ളി, ആ വീട്, ആ കട, ആ ഷാപ്പ്, ആ ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ്, ആ ബാറ്, അല്ലെങ്കിൽ ആ കൂട്ടുകാരൻ, അല്ലെങ്കിൽ ആ കൂട്ടുകാരി, ഇങ്ങനെ വലുതൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. പാവ സാഹചര്യങ്ങളോട് വിട പറയണം. അല്ലാതെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയാൻ പറ്റത്തില്ല. ചില കമ്പനികളൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. ചില കമ്പനികൾ എന്നെ പാപത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനികൾ ഉപേക്ഷിക്കേണ്ടി വരും. അല്ലാതെ നമുക്ക് സാധിക്കുകയില്ല. മത്തായി 6:24 പറയുന്നുണ്ട്, 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റത്തില്ല, ഒന്നുകിൽ ഒന്നിന്റെ കൂടെ അല്ല മറ്റതിന്റെ കൂടെ, രണ്ടും കൂടെ ഒന്നിച്ചു പോകത്തില്ലെന്നാണ് പറയുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സാഹചര്യങ്ങള് നമ്മൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിലേക്കൊരു തിരിയലുണ്ടാവണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ പറയുകയാണ്. സോക്രട്ടീസ്, ചിന്തകനായ സോക്രട്ടീസ് ഒരിക്കൽ നടക്കാനിറങ്ങി. നടന്ന് ഇങ്ങനെ അങ്ങ് പോകുമ്പോ ഉണ്ടല്ലോ, ഈ വഴിയുടെ വലത്തുവശത്തെ 2 നില കെട്ടിടത്തിന്റെ മുകളില് പുള്ളിയുടെ ഒരു ശിഷ്യനെ കണ്ടു. നോക്കിയപ്പോ എന്നാ കെട്ടിടം? വേശ്യാലയം. ഉയ്യോ, വേശ്യാലയത്തിൽ എന്റെ ശിഷ്യനോ? ഈ സോക്രട്ടീസിനൊരു കുഴപ്പമുണ്ട്, പ്രത്യേക സൈസ് ഗുരുവാ. പുള്ളി വിചാരിച്ച് ഇവനെ ഒന്ന് പിടിച്ചിട്ടേ ഉള്ളൂ എന്ന് ഞാൻ നിന്നു. അപ്പൊ ശിഷ്യൻ ഗുരുവിനെ കണ്ടപ്പോൾ ലജ്ജ കൊണ്ട് കുനിഞ്ഞു കളഞ്ഞു. ഗുരു പോകാൻ വേണ്ടി കുനിഞ്ഞു നിന്നു. ഗുരുവാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുക, ഇവൻ പറഞ്ഞത്. കുറച്ചു നേരം കഴിയുമ്പോൾ ഗുരു പോയോന്നറിയാൻ വേണ്ടി പതുക്കെ ശിഷ്യൻ പതുക്കെ പൊങ്ങി നോക്കുക. നോക്കുമ്പം ഗുരു അവിടെ നിൽപ്പണ്ടെന്ന് മാത്രമല്ല, ഗുരു അവിടെ ഒന്നുകൊണ്ട് പറയാ, ഇഞ്ഞു പോരാൻ പറഞ്ഞു. രക്ഷപ്പെടുകയെന്ന് മനസ്സിലായ ശിഷ്യൻ ലജ്ജിച്ച് ഗോവണിപ്പടികൾ താഴെ ഇറങ്ങി
ഗുരുവിന്റെ അടുത്ത് ചെന്ന് ലജ്ജിച്ചിങ്ങനെ നിന്നു, തലകുനിച്ച്. അപ്പോൾ ഗുരു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. സോക്രട്ടീസ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: നീ അങ്ങോട്ട് കയറിപ്പോയപ്പോഴായിരുന്നു ലജ്ജിക്കേണ്ടിയിരുന്നത്, ഇറങ്ങിപ്പോരുവാൻ ലജ്ജിക്കേണ്ട കാര്യമില്ല. ശ്രദ്ധിക്കണം, നീ പാപത്തിന്റെ കോണിപ്പടികൾ കയറുമ്പോഴാണ് ലജ്ജിക്കേണ്ടത്, ഇറങ്ങിപ്പോരുവാൻ ലജ്ജിക്കേണ്ട കാര്യമില്ല. ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്നതാണ്. പാപം ചെയ്യാൻ നേരത്ത് പിശാച് പറയും ചെയ്തോ കുഴപ്പമൊന്നുമില്ല, അവൻ ലജ്ജ എടുത്ത് മാറ്റും. ചെയ്തു കഴിയുമ്പോൾ പിശാച് ലജ്ജ തരും. ആരോടും ഇത് പറയരുത്, കുമ്പസാരത്തിൽ ഒട്ടും പറയരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ, അതാണ് കർത്താവ് പറയുന്നത്, പാപത്തിന്റെ കോണിപ്പടികൾ കയറുമ്പോഴാണ് ലജ്ജിക്കേണ്ടത്, ഇറങ്ങിപ്പോരുവാൻ ലജ്ജിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇവിടെ എടുത്തു പറയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ഒരു തീരുമാനമെടുക്കണം. പ്രഭാഷകൻ 27:10 പറയാണ്, സിംഹം ഇരയ്ക്കായി കാത്തിരിക്കുന്നു, അതുപോലെ പാപം പാപിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാപത്തിന്റെ വഴികളിൽ നിന്ന് പൂർണ്ണമായും പിന്തിരിഞ്ഞ് ദൈവത്തിന്റെ വഴികളിലേക്ക് തിരിയാനൊരു തീരുമാനമെടുക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്നതാണ്. ശരിയായ അനുതാപത്തിന്റെ അവശ്യഭാഗമാണ് കുംഭസാരം. ശരിയായ അനുതാപത്തിന്റെ അവശ്യഭാഗമാണ് കുംഭസാരം. തിരിച്ചുവരവിന്റെ ഭാഗമാണ് കുംഭസാരം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ കാലത്ത് കുംഭസാരം പലരും ഒഴിവാക്കുന്ന കൂട്ടത്തിലാണ്. നേരിട്ട് ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ പോരെ, ഈ അച്ഛനെ എന്തിനാ എന്നെ നടുക്ക് വെക്കുന്നത് എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. ഞാനൊരു കത്ത് വായിക്കാൻ പോവാം കേട്ടോ, ശ്രദ്ധിച്ചു കേൾക്കണം. ഡിയർ ആൻഡ് റെസ്പെക്റ്റഡ് ഫാദർ, ഒരു പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയാണ്. ഭാര്യ എഴുതിയ കത്താ കേട്ടോ, ഞാൻ അത്യാവശ്യമുള്ള പ്രസക്തമായത് വായിക്കാം. ഞങ്ങൾ രണ്ടുപേരും ധ്യാനം കൂടുന്നുണ്ട്. വി ആർ മാരീഡ് സിൻസ് 30 years. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 30 വർഷമായി. ഞങ്ങൾക്ക് 2 ആൺമക്കളാണുള്ളത്. അദ്ദേഹം വളരെ നല്ല ആളാണ്. ഭാര്യ ഭർത്താവിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. ഒരു മാതൃകാ ഭർത്താവ്, മാതൃകാ അപ്പൻ. ഇത് കൂടുതൽ എന്നാ വേണ്ടേ? പള്ളിയിൽ സജീവമാണ്. വികാരിച്ചനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പള്ളിയിൽ എല്ലാ കാര്യത്തിലും പുള്ളി മുമ്പിലുണ്ട്. ശ്രദ്ധിക്കുക. പക്ഷേ അദ്ദേഹം കുമ്പസാരിച്ചിട്ട് വർഷങ്ങളായി എന്നൊരു സത്യം അദ്ദേഹത്തിനും എനിക്കുമല്ലാതെ മറ്റാർക്കും അറിയില്ല. കക്ഷി കുമ്പസാരിക്കത്തില്ല, കുർബാന പോയി സ്വീകരിക്കും. എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കും, ഒരു കുഴപ്പമില്ല. അച്ഛന്മാര് വിചാരിക്കും ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ കുമ്പസാരിക്കണമെന്നില്ല, എവിടെയെങ്കിലും കുമ്പസാരിച്ചായിരിക്കും എന്ന് വിചാരിച്ച് അച്ഛന്മാര് കുർബാനയും കൊടുക്കും. നോക്ക്, ഇയാൾ കുമ്പസാരിച്ചിട്ടില്ല. കല്യാണത്തിന്റെ അന്ന് കുമ്പസാരിച്ചതാ, പിന്നെ കുമ്പസാരിച്ചിട്ടില്ല. വേദനയോടെ ഭാര്യ എഴുതിയ കത്താണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഇങ്ങനെയുള്ള വ്യക്തികൾ ഇന്നുണ്ട്. അപ്പൊ കുമ്പസാരം അനുതാപത്തിന്റെ അവശ്യ ഭാഗമാണെന്ന് ബൈബിള് പറഞ്ഞു തരുന്നു. ഏറ്റുപറയണം എന്നുള്ള ചിന്ത ബൈബിൾ പലയിടത്തുമുണ്ട്. OC 14:1-3 വരെ, സംഖ്യ 5:6 ഇവിടെയൊക്കെ പറയുന്നത് ഏറ്റുപറയണം എന്ന് തന്നെയാണ്. ഞാൻ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 മണിയായപ്പോൾ ഒരു സ്ത്രീ എന്റെ മുറിയിലോട്ട് വന്നു. സ്ത്രീക്ക് ഏകദേശം പ്രായം 28. സ്ത്രീ എന്നോട് പറഞ്ഞു, എന്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോഴാണ് ഞാനങ്ങ് പ്രാർത്ഥിച്ചേനെ കേട്ടോ, അന്ന് എന്നാണോ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയില്ല. ഞാൻ പറഞ്ഞു, തലയിലൊന്നും കൈവെക്കണ്ട, പള്ളി പോയിട്ടങ്ങ് പ്രാർത്ഥിച്ചോളാം. ഈ സ്ത്രീ നേരെ പള്ളിയിലോട്ട് പോയി. ഞാൻ കത്ത് എഴുതിക്കൊണ്ടിരിക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആണ്ട സ്ത്രീ പിന്നെയും വരുന്നുണ്ട്. എന്റെ ദൈവമേ, തലേ കൈവെക്കാനായിരിക്കും. ഏതായാലും ഇത്തവണ സ്ത്രീ വന്ന് പറഞ്ഞു, എനിക്കൊന്ന് കുമ്പസാരിക്കണം. അയ്യോ, കുമ്പസാരിക്കണമെന്ന് കേട്ടാ പിന്നെ അച്ഛന്മാർക്ക് എക്സ്ക്യൂസ് ഇല്ല. ഞാൻ പറഞ്ഞു, ഇപ്പൊ വന്നേക്കാം. ഒരുങ്ങി ഞാൻ കുമ്പസാരക്കൂട്ടിൽ ചെന്നു. ഒരു ഹൃദയം തകർന്ന കുമ്പസാരം. കുമ്പസാരം കേട്ടാ അറിയാം നല്ല കുമ്പസാരമാണോ എന്ന്. ഹൃദയം തകർന്ന് കരഞ്ഞു നൊരോളിച്ചൊരു കുമ്പസാരം. കുമ്പസാരം കഴിഞ്ഞ് സ്ത്രീ പോയി, ഞാൻ എന്റെ മുറിയിലോട്ടും പോയി. പിറ്റേ ദിവസം ഞായറാഴ്ച ഞാനൊരു കുരിശുപള്ളി കുർബാനയെല്ലാം പോവുക. പോകുന്ന വഴിക്ക് ഇവിടെ എന്നെ വഴി വെച്ച് തടഞ്ഞു. അച്ഛോ നിൽക്കണേ. ഞാൻ വിചാരിച്ചു തലേ കൈവെക്കാനായിരിക്കും. ഞാൻ പറഞ്ഞു, നേരമില്ല, കുർബാനയ്ക്ക് സമയം പോയി. ഒറ്റ വിടിയിൽ വിട്ടു. ഞാൻ കുർബാന തിരിച്ചു വന്നു, പിന്നെയും വഴി വെച്ച് തടഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ ഇനി അച്ഛൻ ഞാൻ പറയുന്നത് കേൾക്കാതെ വിടത്തില്ലെന്ന്. ഓ, എന്താ കാര്യം പറ.
അച്ഛനെ കയ്യിലോട്ടൊക്കെ നോക്കി. ഞാൻ പറഞ്ഞു നിന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ. അത് കാണിക്കാനാന്ന്. നിന്റെ കയ്യിലൊന്നും ഇല്ലെന്ന് എന്നെ ഇന്ന് കാണിക്കുന്നു. അച്ഛൻ എന്നെ പരിചയമില്ലാഞ്ഞിട്ടാ. ഞാനിവിടെ അറിയപ്പെടുന്ന പാപിനിയായ ഒരു സ്ത്രീയാണ്. ഒത്തിരി പാപം ചെയ്ത് നടന്നതുകൊണ്ട് ഒത്തിരി ചർമ്മരോഗങ്ങൾ ദേഹത്ത് ബാധിച്ചു. ചികിത്സിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ പോയി ഒത്തിരി മരുന്ന് കഴിച്ചുള്ള ഞാൻ, എന്നിട്ട് സുഖമായില്ല. അന്നേരം ആരാണ്ട് പറഞ്ഞു മന്ത്രവാദത്തിന് പോകാൻ, അതിനും പോയി, സുഖമായില്ല. അപ്പോഴാരാണ്ട് പറഞ്ഞു ലൂയിസത്തിന്റെ അടുത്ത് നിന്ന് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാം പൊക്കോളുമെന്ന്. അച്ഛന്റെ അടുത്ത് ഞാൻ വന്നു, അച്ഛൻ തലയിലോട്ട് കൈവച്ചുമില്ല. ഇല്ല. അച്ഛൻ എന്നോട് പറഞ്ഞു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ. ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടത് എന്റെ കഴിഞ്ഞകാല ജീവിതത്തെ പറ്റി ഞാൻ ഓർത്തച്ച. അവിടെ ഇരുന്ന് കുറെ നേരം കരഞ്ഞച്ച. അവിടെ നിന്ന് ഞാൻ തിരിച്ചു വന്ന് അച്ഛന്റെ അടുത്ത് ഒരു നല്ല കുമ്പസാരം നടത്തി, ഹൃദയം തകർന്ന ഒരു കുമ്പസാരം നടത്തി. എന്നിട്ട് ഇന്നലെ ഞാൻ വീട്ടിൽ വന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി അച്ഛ. എല്ലാം മറന്നുറങ്ങി. അങ്ങനെ ഒന്ന് ഉറങ്ങിയിട്ട് ഒത്തിരി നാളായി. ഇന്നലെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി വെച്ചു. ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ എന്റെ ശരീരത്തിൽ രോഗലക്ഷണമൊന്നുമില്ല. ഇത് കാണിക്കാൻ അച്ഛനെ ഞാൻ വിളിച്ചു. അന്നേരം അച്ഛൻ കയറ് പൊട്ടിച്ച പോലെ ഓടുകയല്ലേ എന്ന് പറഞ്ഞ് എനിക്ക് വലിയ വിശ്വാസമൊന്നും വന്നില്ല. നിങ്ങളോട് ഞാൻ കുമ്പസാരിക്കുക. ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്തോന്ന് നാളെ എങ്ങനെ പൊങ്ങിയെങ്കിൽ ഞാൻ പറഞ്ഞു അത് നമുക്ക് അടുത്ത ആഴ്ച തീരുമാനിക്കാം, 2 ആഴ്ച കഴിയട്ടെന്ന് പറഞ്ഞ് ഞാൻ ഒറ്റവിടിയിൽ വിട്ടു. പക്ഷെ അവക്കത് ഭയങ്കര വിശ്വാസമായിരുന്നു. ദൈവം അവളെ തൊട്ടതാണെന്ന് അവൾക്ക് ബോധ്യമായിരുന്നു. അവൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. എന്നോട് ലോകമെമ്പാടും അച്ഛനീ സാക്ഷ്യം പറഞ്ഞോളാൻ അനുവാദം തന്നുകൊണ്ടാണ് ഞാനിപ്പോ ഇത് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുമ്പസാരം മനുഷ്യന് എത്ര വലിയ സൗഖ്യം പകരുമെന്നുള്ളതിന് തെളിവാണിത്. 3 തലങ്ങളിൽ സൗഖ്യം നൽകുന്നു. ഒന്ന് ആത്മീയ സൗഖ്യം. ആത്മീയ രോഗമെന്ന് പറഞ്ഞാൽ പാപമാണ്. അത് നമുക്ക് സൗഖ്യം കിട്ടും കുമ്പസാരത്തിലൂടെ. അതെല്ലാവർക്കും അറിയാം. എങ്ങനെയാ സൗഖ്യം കിട്ടുന്നത്? ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്തതുപോലെ. ഇങ്ങനെ ഒരു പാപം ഇയാൾ ചെയ്തിട്ടില്ല എന്ന് അങ്ങനെയുള്ള സൗഖ്യമാണ് തരുന്നത് ഒരു കുമ്പസാരം. വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അദ്ദേഹം ഒരു ചെറുപ്പക്കാരന്റെ കുമ്പസാരം കേട്ടു. കുമ്പസാരിച്ചു കഴിഞ്ഞ് പള്ളിമുറ്റത്ത് വെച്ച് ഈ അച്ഛൻ, അദ്ദേഹം ഒരു അച്ഛനാണ്, പിന്നെ മെത്രാനായി. അച്ഛൻ നമ്മുടെ പണ്ടാശ്ശേരി പിതാവിനെ പോലെ. അപ്പൊ അച്ഛൻ ഈ ചെറുപ്പക്കാരന് കുമ്പസാരമൊക്കെ കഴിഞ്ഞതുകൊണ്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛനിപ്പം എന്നെപ്പറ്റി എന്നാ തോന്നുന്നു? ഉടനെ ഈ അച്ഛൻ പറഞ്ഞതാണ്, നീ ഒരു മാലാഖയാണെന്ന് തോന്നുന്നു. ഉടനെ ചെറുപ്പക്കാരൻ പറഞ്ഞു, അപ്പൊ ഞാൻ കുമ്പസാരത്തിൽ പറഞ്ഞതൊന്നും കേട്ടില്ല അല്ലേന്ന് ചോദിച്ചു. ഇല്ല, നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, എനിക്ക് ചെവിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെന്താണ്? നിന്നെ ഇപ്പൊ സ്വർഗം കാണുന്നത് ഒരു മാലാഖയെ പോലെയാണ്. നിന്നെ അങ്ങനെ കാണാനേ എനിക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ പാപം ചെയ്തിട്ടില്ലാത്ത പോലെ ദൈവം നമ്മളെ നീതീകരിക്കണം. അതാണ് ഒന്നാമത്തെ സൗഖ്യം, ആത്മീയ സൗഖ്യം. 2 ആന്തരിക സൗഖ്യം, മാനസിക സൗഖ്യം. ഇവക്ക് മാനസിക സൗഖ്യം കിട്ടി എന്നുള്ളതിന് തെളിവെന്താന്ന് മനസ്സിലായോ? ഇവള് പറഞ്ഞ എന്നോട്, ഞാൻ ഇന്നലെ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി. അതൊരു തെളിവാണ്. ആന്തരിക സൗഖ്യം കിട്ടിയെന്നുള്ള തെളിവാണ്. 3 ശാരീരിക സൗഖ്യം, ചർമ്മരോഗങ്ങൾ വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഇന്നും ശരിക്കു കുമ്പസാരിച്ചാൽ ഈ 3 സൗഖ്യവും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം, എന്നുള്ള സംശയമൊന്നുമില്ല. ഈശോ എല്ലാം കഥകളിലൂടെ അവതരിപ്പിക്കുന്നയാളാണ്. ഈശോ എല്ലാ സംഭവങ്ങളും കഥകളിലൂടെ അവതരിപ്പിക്കും. ഈശോ ഒരു കഥയിലൂടെ കുമ്പസാരം വേണമെന്ന് അവതരിപ്പിച്ചിരിക്കുന്ന വചനഭാഗം നമ്മളിപ്പോൾ കേൾക്കാൻ പോവുകയാണ്. നമ്മുടെ ബ്രദർ വായിക്കും. ലൂക്ക 15:11 മുതൽ വാക്യങ്ങൾ ബ്രദർ വായിക്കും, ശ്രദ്ധിക്കുക. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എന്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. ദൂരദേശത്തേക്ക് പോയെന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിൽ നിന്നും അകന്നുപോയി എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമമുണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ഞെരുക്കത്തിലായി. ദൈവസ്നേഹത്തിൽ നിന്നും ആരകന്നോ അവൻ ഞെരുക്കത്തിലാവും. അച്ഛനകന്നാലും സിസ്റ്റർ അകന്നാലും അൽമായനകന്നാലും അവൻ ഞെരുക്കത്തിലാവും. തമ്പുരാന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നാൽ ഞെരുക്കത്തിലാകും, ഉറപ്പ്. അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി. ദേശത്തെ പൗരൻ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ സുഖങ്ങൾ,
ദൈവത്തിന്റെ സുഖമോ കിട്ടുന്നില്ല, എന്നാൽ ലോകത്തിന്റെ സുഖമേലും കിട്ടട്ടെന്ന് വിചാരിച്ചു. അവൻ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നികളൊക്കെ എന്നാ കുഴപ്പം? നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഏത് തൊഴിലും ശ്രേഷ്ഠമാണെന്ന്. പിന്നെ എന്നാ കുഴപ്പം? ഇത് നമ്മുടെ ഇന്ത്യയിലെ അർത്ഥത്തിലെടുത്താൽ പിടികിട്ടുകയില്ല അതിന്റെ അർത്ഥം. ഇത് യഹൂദനോട് പറഞ്ഞ കഥയാ. യഹൂദർക്ക് പന്നി നികൃഷ്ട മൃഗമാണ്. ഞങ്ങൾ ജർമ്മനിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പന്നി ഭാഗ്യമൃഗമാണ്. അപ്പൊ ജർമ്മൻകാർക്ക് ഇത് പിടികിട്ടത്തില്ല. എന്ന് പറഞ്ഞാൽ യഹൂദർക്ക് നികൃഷ്ട മൃഗമായതുകൊണ്ട് യഹൂദൻ അത് ഉപയോഗിച്ചതിന്റെ അർത്ഥം അവൻ അത്ര നികൃഷ്ട അവസ്ഥയിലെത്തി എന്നാണ്. താങ്ക് യു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു. പന്നി തിന്നിരുന്ന തവിടെന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ സുഖമെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല, കിട്ടിയില്ല, അതുപോലും കിട്ടിയില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. സുബോധം എന്ന് പറഞ്ഞാൽ അനുതാപമുണ്ടായി. അവൻ അനുതാപമുണ്ടായി. അനുതാപമാണ് തെളിവ് പുറകെ വരുന്നു കേട്ടോ. അവൻ പറഞ്ഞു, എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ഇത് അവന്റെ ഒന്നാമത്തെ ഏറ്റുപറച്ചിലാണ്. ഈ ഏറ്റുപറച്ചിൽ നടന്നത് ഹൃദയത്തിലാണ്. പന്നികളും യജമാനും ഒന്നും കേട്ടില്ല, പക്ഷെ ദൈവം കേട്ടു. ഈ ഏറ്റുപറച്ചിൽ വേണം കുമ്പസാരത്തിൽ. പലരുടെയും ജീവിതത്തിൽ ഇതില്ല. പള്ളി വരുമ്പം വികാരിയച്ഛൻ കുമ്പസാരക്കൂട്ടിലിരിക്കുന്നു. പാവം വികാരിയച്ഛൻ, അങ്ങേർക്ക് ആരെയും കിട്ടിയില്ലെന്ന് തോന്നുന്നു. മുഖം കണ്ടാ അറിയാം, സങ്കടമാ. എന്നാ ഞാൻ അച്ഛനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, എന്നാ ഞാൻ അങ്ങ് പോയി കുമ്പസാരിച്ചേക്കാം. ഓടിച്ചെന്ന്. അപ്പൊ ആദ്യത്തെ ഏറ്റുപറച്ചിൽ നടന്നില്ല, ഹൃദയത്തിൽ ഏറ്റുപറച്ചിൽ നടന്നില്ല എന്ന് പറഞ്ഞാൽ അനുതാപമില്ല. അങ്ങനത്തെ കുമ്പസാരം ഫലമില്ലാത്തതാണ്. അപ്പൊ ആദ്യം ഹൃദയത്തിൽ ഏറ്റുപറച്ചിൽ നടക്കണം, എങ്കിലേ കുമ്പസാരിച്ചില്ല. അതാണ് ഒന്നാമത്തെ ഏറ്റുപറച്ചിൽ. അതിന്റെ പേരാണ് അനുതാപം. അവൻ എഴുന്നേറ്റ്, അനുതാപം ഉണ്ടാകുന്ന ഒന്നാമത്തെ തെളിവ് എഴുന്നേക്കണം. കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കണം. ചെല്ലു പറയും, എന്റെ അച്ഛാ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഒരു സിൻസിയറായവര് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഈ ധ്യാനത്തിൽ നമ്മൾ എഴുന്നേൽക്കണം. അച്ഛൻ അഹങ്കാരം പറയുമല്ല, ഈ ധ്യാനത്തിലൂടെ ദൈവം നമുക്ക് ശക്തി തരും എഴുന്നേറ്റ് ഒരു പുതുജീവിതം നയിക്കുവാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് എഴുന്നേൽക്കണം. പഴയതുപോലെ കിടന്നാ പോരാ, എഴുന്നേറ്റ് നടക്കണം. അതാണ് അനുതാപത്തിന്റെ ലക്ഷണം. എഴുന്നേറ്റിട്ട് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. ദാറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് തിങ്. പിതാവിന്റെ അടുത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ എഴുതുന്നവർ എഴുതി വെക്ക്, ചെയ്യുന്ന പാപത്തിന് വിരുദ്ധമായ നന്മയിൽ വളരണം എന്നാണ് അതിന്റെ അർത്ഥം. ചെയ്യുന്ന പാപത്തിന് വിരുദ്ധമായ നന്മയിൽ വളരണം. ഇത് പലരും ചെയ്യുന്നില്ല. എല്ലാ പാപത്തിനും വിരുദ്ധമായ ഒരു നന്മയുണ്ട്. ഉദാഹരണം പറയാം. നിങ്ങൾ മൂലപാപങ്ങൾ പഠിച്ചിട്ടുണ്ട്. മൂലപാപത്തിലെ ഒന്നാമത്തെ പാപം അഹങ്കാരം. അതിന് വിരുദ്ധമായ നന്മ ഏതാ? എളിമ, അസൂയ. വിരുദ്ധമായ നന്മ ഉപവി, സ്നേഹം. അങ്ങനെ അങ്ങ് പോകുന്നു. ഞാൻ അങ്ങനെ നിങ്ങൾ പറയിപ്പിക്കല്ല. എല്ലാ പാപത്തിനും ഇതുപോലെ വിരുദ്ധമായൊരു നന്മയുണ്ട്. അതിൽ വളരണം. അതാണ് പിതാവിന്റെ അടുത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്നറിയാൻ മേലാത്തവര്, അത് എന്നതാണെന്നറിയാൻ മേലാത്തവർ കുമ്പസാരത്തിൽ ചോദിച്ചാൽ മതി, അച്ഛന്മാര് പറഞ്ഞു തരും. അപ്പൊ ചെയ്യുന്ന പാപത്തിന് വിരുദ്ധമായ നന്മയിൽ വളരണം. പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. ദൂരെ വെച്ച് തന്നെ പിതാവ് കണ്ട് തിരിച്ചറിയണമെങ്കിൽ ദൈവപിതാവാ. മനുഷ്യപിതാവാണെങ്കിൽ തിരിച്ചറിയല. മനുഷ്യപിതാവാണെങ്കിൽ എന്നാ പറയും, പോയ പരുവത്തി വല്ലതാണ് വരുന്നേ. ആണ്ട്ര ഒരു ഉണക്കക്കൊള്ളി കയറി വരുന്നുണ്ട്, ആ ഗേറ്റിംഗ് വെച്ച് തന്നെ വല്ലതും കൊടുത്ത് വിട്ടേര്. ഇങ്ങോട്ട് കയറ്റിയാൽ നമുക്ക് ഡെങ്കിപ്പനിയും എലിപ്പനിയും എല്ലാം കൂടെ വരും എന്ന് പറഞ്ഞ് നമ്മൾ ഉടനെ പറഞ്ഞു വിടും. ഇതങ്ങനെ ദൈവപിതാവാ, ഹൃദയം കാണുന്നവനാ. ദൈവത്തിന്റെ ഒരു കുഴപ്പമാ, ആരെ കണ്ടാലും ഹൃദയത്തോട്ടാ നോട്ടം. അതുകൊണ്ട് പിടികിട്ടി മകനാണെന്ന്. അതുകൊണ്ട് അവനെ ഓടിച്ചെന്ന്, അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. നോക്ക്, സ്നേഹം കൊണ്ടാ. ഓടിച്ചെന്ന് മനസ്സലിഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ചുംബിക്കുക എന്ന് പറഞ്ഞ
അറിയത്തില്ലേ? ഉമ്മ വയ്ക്കുക. എല്ലാവർക്കും ഉമ്മ കിട്ടാൻ ഇഷ്ടമല്ലേ? ഇഷ്ടം. ആർക്കാ ഇഷ്ടമില്ലാത്തത്? എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഉമ്മ കിട്ടിയ കാര്യം പറയാൻ പോവാ. ശ്രദ്ധിച്ച് കേൾക്കണം. വർഷങ്ങൾക്ക് മുമ്പ്, നിങ്ങൾ ഓർക്കുന്നുണ്ട്, നമ്മുടെ കേരളം വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സന്ദർശിച്ചു. ഞാൻ പോയി കണ്ടത് കോട്ടയത്ത് വെച്ചാണ്. ഞാനന്ന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്ത് കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ വന്ന് ദൂരെ നിന്ന് ഇങ്ങനെ മാർപ്പാപ്പായെ പൊടി പോലെ ഇങ്ങനെ കണ്ടു. ഭയങ്കര വെയിലായിരുന്നു. നല്ല വേർത്തൊലിച്ചാണ് കണ്ടത്. അടുത്തോട്ട് എല്ലാം നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ തമ്പുരാൻ കർത്താവിന് കരുണ തോന്നി. റോമിൽ ഒരു ധ്യാനം പ്രസംഗിക്കാൻ തമ്പുരാൻ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോ അവിടെ ചെന്ന് ധ്യാനമൊക്കെ കഴിഞ്ഞപ്പം എനിക്കൊരാഗ്രഹം, അന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, എനിക്കൊരാഗ്രഹം ഈ മാർപ്പാപ്പായെ ഒന്ന് കാണണമെന്ന്. അതുകൊണ്ട് ഞാൻ ആ വത്തിക്കാനിലെ അച്ഛനോട് പറഞ്ഞു, എനിക്കൊരു അനുവാദം മേടിച്ചു തരാവോ? അച്ഛൻ പറഞ്ഞു, ചോദിക്കാം, കിട്ടിയില്ലെങ്കിൽ ലൂയിസ് അച്ഛൻ എന്നെ വഴക്ക് പറയരുത്. അയ്യോ, നമ്മളാരാ വഴക്ക് പറയാൻ, ഒന്ന് ചോദിക്കച്ചാ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വെറുതെ ഇരുന്നില്ല, ഞാൻ തലപ്പത്ത് പിടിച്ചു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, എപ്പോഴും എപ്പോഴും വരുന്ന പാർട്ടിയൊന്നും അല്ല കേട്ടാ, ഒന്ന് കാണിച്ചു വിട്ടേക്കണമെന്ന് പറഞ്ഞു. ഏതായാലും അതൊത്തു. അനുവാദം ചോദിച്ചു. അന്ന് തന്നെ എനിക്ക് അനുവാദം കിട്ടി. അച്ഛൻ പറഞ്ഞു, സാധാരണ അച്ഛന്മാർക്ക് ചോദിച്ചാൽ 3 ദിവസം കഴിഞ്ഞാണ് കിട്ടുന്നത്, ഇതെന്നാ രഹസ്യമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വെറുതെ അല്ല, തലപ്പത്ത് പിടിച്ചായിരുന്നു. അനുവാദം കിട്ടി. അപ്പം ഞാൻ മാർപ്പാപ്പയുടെ അടുത്ത് ചെല്ലുമ്പോൾ കർദിനാൾ പരിചയപ്പെടുത്തും. കർദിനാൾ തിരുവേനി പറഞ്ഞു, ദിസ് ഈസ് ഫാദർ ലൂയിസ് ഫ്രം ഇന്ത്യ. മാർപ്പാപ്പയെ അറിയാവുന്നവർക്കറിയാം, ഭയങ്കര സ്നേഹക്കാരൻ മാർപ്പാപ്പയ. ഇന്ത്യ എന്ന് കേട്ടോ പുള്ളിയുടെ മുഖമൊക്കെ അങ്ങോട്ട് വികസിച്ചു. ഓ, ഇന്ത്യ കെട്ടിപ്പിടിച്ചു 3-4 ഉമ്മ. ഓ, എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്റെ ദൈവമേ, ഇന്ത്യക്ക് 4 ഉമ്മ കിട്ടിയെങ്കിൽ ഞാൻ വിചാരിച്ച് കേരള എന്ന് പറഞ്ഞു നോക്കാം. ഞാൻ പറഞ്ഞു, പിന്നെ കർദിനാളിനെയൊക്കെ വിട്ടു. ഞാൻ പറഞ്ഞു, ഐ ആം ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് കേരള. കേരള 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 3-4 ഉമ്മയും കൂടെ. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ വിചാരിച്ചു, കേരളയ്ക്ക് 4 കിട്ടിയില്ലേ, ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞു നോക്കാം, എത്ര കിട്ടുമെന്നറിയാമല്ലോ. ഞാൻ പറഞ്ഞു, ഐ ആം ഫ്രം ദ ആർച്ച് ഡയോസിസ് ഓഫ് ചങ്ങണച്ചാഴി. ചങ്ങണച്ചാഴി ചങ്ങണച്ചാഴി 2-3 ഉമ്മയും കൂടെ. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷം. എന്നാ, ഒരാള് സുപ്രീം പൊന്തീഫ് ഓഫ് ദ ചർച്ച്, സഭയുടെ കാണപ്പെട്ട തലവൻ, മറ്റേയാള് ഒരു ഓണം കേറാമലെ കിടക്കുന്ന ഒരച്ഛൻ. ഈ അച്ഛനെ ആ വലിയ ആള് പിടിച്ച് ഉമ്മ വെച്ചപ്പം ഈ അച്ഛന് സന്തോഷം. ആരുടെ ഉമ്മയുടെ കാര്യം അച്ഛൻ പറഞ്ഞത്? മാർപ്പാപ്പായുടെ ഉമ്മ. ശ്രദ്ധിച്ചു കേൾക്കണം എല്ലാവരും. ദൈവത്തിന്റെ ഉമ്മ കിട്ടാനുള്ള എളുപ്പമാർഗം കുമ്പസാരക്കൂട്ടിലേക്ക് പോവുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശരിക്കും അനുദപിച്ച് കുമ്പസാരക്കൂട്ടിലേക്ക് പോകുമ്പോൾ പിതാവായ ദൈവം ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നുണ്ട്. അത് അനുഭവിച്ചറിയണം. അതാണ് ഒരു കുമ്പസാരം എന്ന് പറയുക. ചുംബിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ താങ്ക് യു വെരി മച്ച് പപ്പ, മാർക്കേ വീട്ടിലോട്ട് കയറട്ടെ എന്നും പറഞ്ഞ് മകൻ കയറുമായിരുന്നോ എന്ന് നമുക്കൊന്ന് നോക്കാം. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. ആ മകൻ വെറുതെ കയറിയില്ല, മകൻ വീണ്ടും ഏറ്റുപറഞ്ഞു. ഈ രണ്ടാമത്തെ ഏറ്റുപറച്ചിലിന്റെ പേരാണ് കുമ്പസാരം. ആദ്യത്തെ ഏറ്റുപറച്ചിലിന്റെ പേരാണ് അനുതാപം. രണ്ടാമത്തെ ഏറ്റുപറച്ചിലിന്റെ പേരാണ് കുമ്പസാരം. അപ്പം ഒരു ഏറ്റുപറച്ചിൽ പോരാ, 2 ഏറ്റുപറച്ചിൽ. 1 ഹൃദയത്തിൽ, 2 കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറഞ്ഞു. അപ്പൊ 1-2 കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഏറ്റുപറയുമ്പോൾ ഒരു കാര്യം, നീതീകരണം വേണ്ട, ആരെയും കുറ്റപ്പെടുത്തണ്ട. ആ പുള്ളി കാരണമാ, ഈ സാഹചര്യം കാരണമാ, അങ്ങനെയൊന്നും ദൂർത്തപുത്രം കുറ്റപ്പെടുത്തിയില്ല. മറ്റൊന്ന്, അനുതാപത്തിലുള്ളതെല്ലാം കുമ്പസാരിക്കണം. ചിലർ അനുതാപത്തിൽ ദൈവത്തോടെല്ലാം പറയും, അച്ഛന്റെ അടുത്ത് വരുമ്പോൾ അഡ്ജസ്റ്റ്മെന്റാ. പണ പറഞ്ഞിട്ടുണ്ട്, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട് അച്ഛോ. പറയാൻ ബുദ്ധിമുട്ടുള്ളത് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതിനകത്തോട്ട് കയറ്റിവിട്ട് പാവ അച്ഛനൊന്നും പിടികിട്ടിയില്ല. അച്ഛൻ പറഞ്ഞു 3 നന്മാറിഞ്ഞാരെയും ചെല്ലിക്കോ. ഇതിന്റെ പേരാണ് ഡീസന്റ് കുമ്പസാരം, 1-ാം തരം കള്ള കുമ്പസാരം. അത് കുമ്പസാരം ശരിയായിട്ടില്ല. അല്ല, ചിലങ്ങനെയാ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും പാപം ചെയ്തു പോയി, മോചനം തന്നേരും. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും വേറെ പാപമൊന്നുമില്ല.
എല്ലാ പാവവും അതിനകത്തുണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ ഒന്നും പിടികിട്ടിയില്ല. ഡോക്ടർ, ആത്മീയ ഡോക്ടറാണ് വൈദികൻ. ഡോക്ടറെ പിടികിട്ടണം രോഗം എന്താന്ന്. നിങ്ങൾ ചാഴികാട്ട് ആശുപത്രിയിൽ പോയിട്ട് നിങ്ങൾ ഡോക്ടറോട് പറയുമോ, ഡോക്ടർ എന്റെ ശരീരമാസകലം രോഗബാധിതമായിരിക്കുന്നു, മരുന്ന് തന്നേക്കൂ? എന്നാ മരുന്ന് തരും? ഡോക്ടർ മരുന്ന് തരും. എന്തിനാന്ന് നിങ്ങൾക്കറിയാം? അത് തരും. അല്ലാതെ ഡോക്ടർക്ക് എന്നാ നീ അങ്ങനെ പറഞ്ഞാൽ അതുപോലെ പോരാ. കുമ്പസാരം ജനറൽ കൺഫ്യൂഷൻ അല്ല. ഓരോ പാപങ്ങളും ഏറ്റുപറയണം. എന്താവത്തുള്ളതെല്ലാം ഏറ്റുപറയണം. നീതീകരണമില്ലാതെ ഏറ്റുപറയണം എന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ്. കുമ്പസാരം പൂർണ്ണമാകണമെങ്കിൽ അത് ആവശ്യമാണ്. പകുതി ഒളിച്ചുള്ള കുമ്പസാരങ്ങൾ ഹനനിയ സപ്പീറ സംഭവം പോലെയാണ്. അപ്പസ്തോല പ്രവർത്തനം 5:1 മുതൽ 11 വരെ. എല്ലാം നിന്റേതല്ലായിരുന്നോ? നീ പകുതി എന്തിനാ ഒളിച്ചു വെച്ചത്? തൽക്ഷണം വീണു മരിച്ചു എന്നാണ് പറയുക. പ്രിയമുള്ളവരെ, അത് സംഭവിക്കരുത്. ഇനി പിതാവ് എന്ത് ചെയ്തു നമുക്ക് നോക്കാം. പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു. ദാസരെന്ന് പറഞ്ഞ അച്ഛന്മാരാണ് കേട്ടോ. ശുശ്രൂഷാ പൗരോഹിത്യം സ്വീകരിച്ച വൈദികരുടെ കാര്യമാണ്. ദാസരോട് പറഞ്ഞു. ദാസരോട് എന്നാ പറഞ്ഞത്? ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കും. മേൽത്തരം വസ്ത്രം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. ബൈബിളിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ്. കുമ്പസാരത്തിന് ആദ്യം നിറയുന്നത് പരിശുദ്ധാത്മാവിനാലാണ്, സംശയമൊന്നുമില്ല. അരൂപി നിറയാനുള്ള ഏറ്റവും നല്ല കുദാശയാണ് കുമ്പസാരം. അതുകൊണ്ടാണ് എന്റെ ഇടവേള പരീക്ഷയൊക്കെ വരുമ്പോൾ പിള്ളേരെല്ലാം വന്ന് കുമ്പസാരിക്കും. അവർക്കറിയാം അരൂപി നിറഞ്ഞ് പരീക്ഷയ്ക്ക് പോയാൽ എളുപ്പമാണെന്ന് അവർ പറയുക. അപ്പൊ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കാൻ ഉള്ള കുദാശയാണ് കുമ്പസാരം. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കും. കയ്യിൽ മോതിരം എന്ന് പറഞ്ഞാൽ ഉടമ്പടിയുടെ മുദ്രയാണ്. കല്യാണം കഴിച്ച് എല്ലാവരുടെയും കയ്യെ കാണും. നോക്കിക്കേ, പണയം വെച്ചിട്ടില്ലെങ്കിൽ കയ്യലിപ്പോ കാണും. ആ കയ്യെ കിടക്കുന്ന മോതിരത്തിൽ ആരുടെ പേരാന്ന് നോക്കിക്കേ. ഭർത്താവിന്റെ കയ്യെ കിടക്കുന്ന മോതിരത്തെ ആരുടെ പേരാ? ഭാര്യയുടെ പേര്. ഉടമ്പടിയുടെ മുദ്രയാണ് മോതിരം എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ ആത്മാവിൽ മുദ്ര പതിപ്പിക്കും. നീ എന്റേതാണെന്ന് കർത്താവ് പറയാ. അപ്പൊ ആ മോതിരം നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിൽ പതിയണം. ഉടമ്പടിയുടെ മുദ്ര. കാലിൽ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ അടിമകൾ ചെരുപ്പില്ല, മക്കളെ ചെരുപ്പിടത്തുള്ളൂ. എന്റെ അർത്ഥം പാപത്തിന്റെ അടിമയായ നിന്നെ എന്റെ മകനായി സ്വീകരിച്ചു എന്നതിന് തെളിവാണ് കാലിൽ ചെരുപ്പിടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഇനിയും തുടർന്ന് കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവേൻ, നമുക്ക് ഭക്ഷിച്ചാഹ്ലാദിക്കാം. ഇനി വിരുന്നാണ്. വിശുദ്ധ കുർബാനയാകുന്ന വിരുന്നിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പൊ ഒരാൾ കുമ്പസാരിക്കുന്നു, തിരിച്ചു വരുന്നു, കുർബാന സ്വീകരിക്കുന്നു. അതാണ് അവിടെ ആ വചനത്തിലൂടെ അവതരിപ്പിച്ചത്. അത് ആവശ്യമാണെന്ന് ഈശോ തന്നെ പറയുകയാണ്. ഇതിന് അധികാരം കൊടുക്കുന്ന ഭാഗമാണ് യോഹന്നാൻ 20, 22, 23. സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. യോഹന്നാൻ 20, 22, 23. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈശോ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നീ മോചിക്കുന്നവ മോചിക്കപ്പെട്ടിരിക്കും, ബന്ധിക്കുന്നവ ബന്ധിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് കുമ്പസാരം എത്രയോ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. കുമ്പസാരത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കിയ ഹൈന്ദവനായ MT വാസുദേവൻ നായർ വാരണാസി എന്ന പുസ്തകത്തിൽ പറയുന്നു, അമ്പലപ്പറമ്പിൽ പോലും കുമ്പസാരക്കുളുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ കുമ്പസാരം എത്രയോ ആവശ്യമാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം എന്നതാണ് അച്ഛൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. ഇനി ഫ്രാൻസിസ് പാപ്പ, നമ്മളിപ്പോ നയിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാൻസിസ് പാപ്പ പറയാണ്, കുമ്പസാരത്തിന് പോകുന്നത് അലക്കുകാരുടെ അടുത്ത് പോകുന്നത് ലാഘവത്തോടെ ആകരുത് എന്ന് പറഞ്ഞാൽ ഒരുക്കത്തോടെ പോകണമെന്ന് ചുരുക്കം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും അച്ഛനൊരു കാര്യം പറയാൻ പോവാണ്, പിണങ്ങരുത്. അതിതാണ്, നാളെ നമ്മുടെ കുമ്പസാരം, നമ്മൾ ധ്യാനത്തിന്റെ കുമ്പസാരമല്ലേ, നാളെ നമ്മുടെ കുമ്പസാരം പറ്റുന്നിടത്തോളം എല്ലാവരും എഴുതി കുമ്പസാരിക്കും. അയ്യോ, അതിന് എഴുതുന്നത് യെസ്. നമ്മൾ പലപ്പോഴും ഈ അച്ഛന്മാരുടെ അടുത്തേലും പലതും മറന്നുപോകും. അച്ഛൻ ചെയ്യുന്ന രീതിയാ ഇപ്പോഴും അങ്ങനെ. അച്ഛൻ ഒരുങ്ങുമ്പോ എഴുതി ഒന്ന് കുമ്പസാരിക്കും. അപ്പൊ അതൊരു നിറവുള്ള കുമ്പസാരം, പൂർണ്ണ കുമ്പസാരം. അത് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാണ്, ഒരുങ്ങുമ്പോ ഒന്ന് എഴുതി ഒരു കുറിപ്പടി വെച്ചോണ്ട് കുമ്പസാരിക്കാനായിട്ട് പരിശ്രമിക്കണം. അച്ഛന്മാരുടെ ധ്യാനം നടത്തിയപ്പോൾ എനിക്ക് പേടിയായിരുന്നു പറയാൻ എഴുതി കുമ്പസാരിക്കാൻ. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോ എന്നെക്കാൾ പ്രഗത്ഭരായ പണ്ഡിതരായ വൈദികരൊക്കെ എഴുതി പേപ്പർ എടുത്ത് കുമ്പസാരിക്കുന്നത് ഞാൻ കണ്ടു. എന്തൊരു ആത്മീയതയാണ്. ഇവിടെ ഒരു ബിഷപ്പ് കുമ്പസാരിക്കാൻ വന്നു. ബിഷപ്പ് വന്നപ്പം ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് കൈ മുത്താൻ തുടങ്ങി. പറഞ്ഞു, കൈയൊന്നും മുത്തണ്ട, കുമ്പസാരിക്കാൻ വന്നതാ.
അപ്പൊ ഞാനൊരു കസേര ഇട്ടു കൊടുക്കാന്ന് ചോദിച്ചു. കസേരയൊന്നും വേണ്ട, കുമ്പസാരിക്കാൻ വന്നതാ. ബിഷപ്പ് മുട്ടുകുത്തി. ബിഷപ്പ് മുട്ടുകുത്തിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എനിക്ക് ഇരിപ്പുറയ്ക്കുമെന്ന്? ഞാനന്ന് പോലീസ് സ്റ്റേഷനിൽ തടവ് പുള്ളികളെ കസേരയില്ലാതെ ഇരുത്തുന്നത് പോലെ ഞാനൊരു ഇരിപ്പിരുന്നു ഇങ്ങനെ. ഉടനെ ഈ ബിഷപ്പ്, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഈ ബിഷപ്പ് പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ കഷ്ണം എടുത്ത് അതിൽ നോക്കി കുമ്പസാരിക്കുകയാണ്. ബിഷപ്പ് പേപ്പർ ഉപയോഗിച്ചില്ല, എനിക്ക് ഒരു ഫീലിംഗും ഇല്ല. പക്ഷേ ധ്യാനഗുരു പറഞ്ഞത് കേട്ട് ചെയ്യുമ്പോൾ അത് ദൈവകൃപയാണെന്ന ബോധ്യത്തോടെ അദ്ദേഹം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, പരമാവധി ആളുകൾ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എല്ലാ വെള്ളിയാഴ്ചയും, ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള മാർപ്പാപ്പയാണ്, എല്ലാ വെള്ളിയാഴ്ചയും ഉച്ച കഴിഞ്ഞ് 2:30 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ അദ്ദേഹം കുമ്പസാരമാണ്. കുമ്പസാരത്തിനെടുക്കുന്ന സമയം 2-2.5 മണിക്കൂറാണ്. അത്രയും നേരം അദ്ദേഹം കുമ്പസാരിക്കുമായിരുന്നു എന്ന് പറയാം. അതിന് കൂടുതൽ പറ്റുന്നിടത്തോളം അദ്ദേഹം കുമ്പസാരിക്കുമായിരുന്നു. സെയിന്റ് ജോൺ മരിയ വിയാനി പറയുന്നു, നരകത്തിന്റെ വാതിക്കൽ ഒരു കുമ്പസാര കൂടി ഇട്ടിരുന്നെങ്കിൽ ആരും നരകത്തിൽ പോകില്ലായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവർ, എത്രയേറെ വളരെ പ്രധാനപ്പെട്ടതാണ് കുമ്പസാരമെന്ന് മനസ്സിലാക്കുവാനാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങളുടെ പാഠ്യപുസ്തകത്തിൽ, എല്ലാവരും പാഠ്യപുസ്തകം ഒന്ന് എടുക്കുക. നിങ്ങളുടെ പാഠ്യപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പേജ് നമ്പർ 45. പേജ് നമ്പർ 45-ൽ കുമ്പസാരം ഒരു വലിയ അത്ഭുതമാണ്. ചുരുക്കമായ വചനങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ 10 കാര്യങ്ങൾ, ഒരു നല്ല കുമ്പസാരത്തിലൂടെ സാധിക്കുന്ന 10 കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 10 കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തന്നതാണ്. പക്ഷെ അതുകൊണ്ട് പേടിക്കണ്ടാരും, സഭയുടെ പഠനം അനുസരിച്ചുള്ളതാണ്. അതുകൊണ്ടാണ് അച്ഛൻ പുസ്തകത്തിൽ അത് ചേർത്തിരിക്കുന്നത്. ഈ 10 കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഞാനിവിടെ വായിക്കുന്നില്ല, നിങ്ങൾ തന്നെത്താൻ വായിക്കണം. പിന്നെ 47-ാമത്തെ പേജിലേക്ക് നോക്കുക. ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് 10 കൽപ്പനകളോടും ബന്ധപ്പെടുത്തിയ ഒരു ആത്മശോധന അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് വിലയിരുത്തിയിട്ട് നിങ്ങളുടെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. ഓർക്കുന്നവ പേപ്പറിൽ കുറിക്കുക. അതിനുവേണ്ടിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരാത്മശോധനയ്ക്കുള്ള 47-ാം പേജ് മുതൽ പുസ്തകത്തിന്റെ ഏകദേശം അവസാനം വരെ ഒരു ആത്മശോധനയാണ്. വായിച്ച് നന്നായിട്ട് ഒരുങ്ങണം. 57-ാമത്തെ പേജ് വരെ കൊടുത്തിരിക്കുന്നതാണ്. നന്നായിട്ടൊന്ന് ഒരുങ്ങണം. അങ്ങനെ നാളെ ഒരുക്കത്തോടെ വരിക. അച്ഛനും വചനത്തിലൂടെ ഒരുക്കും, നന്നായിട്ടൊരുക്കും. നിങ്ങൾക്ക് ഇത് വായിച്ച് ഒന്നൊരുങ്ങാൻ കഴിയും. അങ്ങനെ വായിച്ചൊരുങ്ങുമ്പോൾ അത് നിങ്ങളുടെ കുമ്പസാരത്തിനേറെ അർത്ഥവത്താവും. അച്ഛനൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് 1-2 അറിയിപ്പുകളുണ്ട്. ഒന്ന് ഇന്നലെ വരാത്തവർക്ക് വേണ്ടി അറിയിക്കുന്നുള്ളൂ. ഇന്നലെ നമ്മൾ പ്രാർത്ഥനാ ഗീതങ്ങൾ എന്ന ഈ പാട്ടുപുസ്തകം നടുക്ക് വെച്ചിരുന്നു. ഇന്ന് വെച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ ആവശ്യമുള്ളവരെല്ലാം എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ എടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഇന്ന് വന്നവർക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് പാട്ടുപുസ്തകങ്ങൾ ഗായക സംഘത്തിന്റെ പക്കൽ ഉണ്ട്. വിശ്രമ സമയത്ത് ആവശ്യമുള്ളവർക്ക് അത് പോയി വാങ്ങാവുന്നതാണ്. അതിന്റെ രൂപ നടുക്ക് ഒരു പാത്രം കപ്പ്യാരച്ചൻ ഇപ്പോൾ വെക്കും. അപ്പൊ ആ പാത്രത്തില് നിങ്ങൾ അതിന്റെ പൈസ ഇടേണ്ടതാണ്. ഇന്നലെ ഇട്ടിരുന്നതെല്ലാം അച്ഛൻ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഇട്ടിരുന്നത് മൊത്തം കിട്ടിയത് 465 രൂപയാണ്. ഇനി കിട്ടാനുള്ളത് 2880 രൂപയാണ്. അത് ഇന്ന് നിങ്ങൾ ഇന്റർവെൽ സമയത്ത് ഇടേണ്ടതാണ്. ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ബാക്കി മിച്ചമുണ്ടെങ്കിൽ ഞാൻ നാളെ പറയുന്നതാണ്. കൃത്യമായിട്ട് എല്ലാത്തിനും എണ്ണവും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. ഒരു പുസ്തകത്തിന് നമ്മൾ 5 രൂപയാണ് നമ്മൾ ഇടേണ്ടത് എന്ന കാര്യം പ്രത്യേകം സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. അപ്പോൾ ആ കാര്യം എല്ലാവരെയും അറിയിച്ചിരിക്കും. 2 സെഷനായിട്ടാണ് ധ്യാനം. ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒരു ടോക്കും എല്ലാം നമ്മൾ കൃത്യം 8:45 തീരും. എല്ലാവരും എല്ലാം കൂടുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. പാഠ്യപുസ്തകം കയ്യിലെടുത്തുകൊണ്ട് ആ ദൈവത്തിന്റെ വലിയ സ്നേഹത്തിലേക്കാണ് എന്നെ ദൈവം വിളിക്കുന്നത് എന്ന ബോധ്യത്തോടെ 7-ാമത്തെ ഗാനം, ആർക്കും നൽകുവാനാവാത്ത സ്നേഹം. ഈ ലോകത്തിൽ ആർക്കും നൽകുവാൻ സാധിക്കാത്ത ആ വലിയ സ്നേഹമാണ് എന്റെ ദൈവം എനിക്ക് തരുന്നത് എന്ന ബോധ്യത്തോടുകൂടി നമുക്ക് ആ ഗാനം ആലപിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആ വലിയ സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മളെ അനുഗ്രഹിച്ച ദൈവം
വചനത്തിലൂടെ നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഗാനം നമുക്ക് ആലപിച്ച് എല്ലാവരും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആ സ്നേഹത്തിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കുവാനായി നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. ആ തിരുവോസ്തിയിൽ നമുക്ക് എഴുന്നള്ളി വന്നുകൊണ്ട് നമുക്ക് ആ സ്നേഹം നൽകി. അങ്ങനെ നമ്മളെ എല്ലാവരെയും രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആ സ്നേഹത്തിന്റെ ഫലമാണ് ഭാവബോധമെന്ന് നമ്മൾ കണ്ടു മുമ്പ്. നമുക്ക് ഒരുമിച്ച് പാടാം. 7 ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് വേറൊരു മൺമരിയായ എന്റെ ജീവിതത്തെ അവിടുന്ന് വിലയുള്ളതാക്കി തീർക്കുവാൻ അവിടുത്തെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളുടെ കരകൾ മാറ്റി ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആർക്കും നൽകുവാനാവാത്ത സ്നേഹം ആരെയും ആരിത്തുണരുന്ന ആഴങ്ങളാരെയും കഴിയാത്ത നന്ദമാം തിരുവോസ്തിരൂപന്റെ സ്നേഹം തിരുവോസ്തിരൂപന്റെ സ്നേഹം. സ്നേഹമേ, എന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ സന്തോഷം ഞാൻ ഏറ്റുപറയുന്നു. ആ നിമിഷമെല്ലാം മറന്ന് ആ കരതാരിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഏറ്റുപറയുവാൻ എന്നെ അനുഗ്രഹിക്കുന്നു.
കരത്താരി വീണു ഞാൻ പാടും എന്റെ കർത്താവേ എൻ ദൈവമേ സർവം മറന്ന കരത്താരി വീണു ഞാൻ പാടും എന്റെ കർത്താവേ എൻ ദൈവമേ എന്റെ കർത്താവേ എൻ ദൈവമേ എന്റെ കർത്താവേ എൻ ദൈവമേ. ഈശോമിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഒരു ചെറിയ ബ്രേക്കിന് നമ്മൾ പോവുകയാണ്. എത്രയും പെട്ടെന്ന് മടങ്ങി വരിക. പരസ്പരം സംസാരിക്കാതെ ഹൃദയത്തിലെ നമ്മൾ കേട്ട വചനങ്ങൾ ധ്യാനിച്ച് നമ്മളായിരിക്കാനായിട്ട് ശ്രമിക്കുക. സമയം മനസ്സിലാക്കിക്കൊണ്ട് സ്വയം അതെല്ലാം ക്രമീകരിക്കുക. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.